എന്ന് പറയുമ്പോൾ RCMന്റെ വളർച്ച നമ്മൾ ആലോചിക്കണം അല്ലെ. TCGയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്ത്രീ ശാക്തീകരണം. അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും മാർച്ച് 8-ന്. എന്താ മാർച്ച് 8-ന്റെ പ്രത്യേകത? ലോക വനിതാ ദിനം അല്ലെ. അവിടെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടത്. ആ ലോക വനിതാ ദിനത്തില് കേന്ദ്ര ഗവൺമെന്റ് തലത്തിൽ എന്തൊക്കെ പദ്ധതികൾ അവർക്ക് ആസൂത്രണം ചെയ്യാം അല്ലെ. കുടുംബശ്രീ മിഷൻ ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വം തന്നെ ഈ വനിതാ സംവരണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രോജക്റ്റുകൾ അവർക്ക് ആലോചിക്കാമായിരുന്നു. പക്ഷെ എന്നിട്ടും അവർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടത് സ്ത്രീകള് ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് കടക്കുന്നതാണ് അവരെ ശരിക്കും ശാക്തീകരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാർച്ച് 8-ന് ഡൽഹിയിലെ ഏറ്റവും വലിയൊരു ഓഡിറ്റോറിയത്തില് നടത്തിയ ഒരു പ്രോഗ്രാം നമ്മൾ കാണുകയുണ്ടായി. ആ പ്രോഗ്രാമില് നമ്മുടെ RCM ഫൗണ്ടറായ TCGയെ ഡൽഹി മുഖ്യമന്ത്രിയായ അവരുടെ പേരെന്തായിരുന്നു, രേഖാ ഗുപ്ത, ആൻഡ് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മാഡം, ഇവരെല്ലാവരും ചേർന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങ് നിങ്ങൾ എത്ര പേര് കണ്ടു? പല ഗ്രൂപ്പിലും വന്നിട്ടുണ്ടായി. യെസ്, കുറെ പേര് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും TCG അവരന്ന് ആദരിക്കാൻ കാരണം എന്താണ്? ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിന്നുള്ള സ്ത്രീകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ TCGക്ക് ഈ ഒരു സ്പെഷ്യൽ റെക്കഗ്നിഷൻ കൊടുക്കാൻ എന്താണ് കാരണം? ഒരു കാരണം പറഞ്ഞിരിക്കുന്നത് 1 കോടിയിലേറെ സ്ത്രീകൾക്ക് വരുമാന മാർഗം RCMലൂടെ തുറന്നു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു റെക്കഗ്നിഷൻ ആ വലിയ വേദിയിൽ വെച്ചിട്ട് കേന്ദ്രമന്ത്രിമാരുടെ അതുപോലെ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഒക്കെ സാന്നിധ്യത്തില് അദ്ദേഹത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. RCM എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പലരും കാണുന്നത്, എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. പലരും RCM ഓർക്കുന്നത് പോലും കേവലം ഒരു ചായപ്പൊടിയിലൂടെ, അല്ലെങ്കിൽ വേണ്ട ഒരു ന്യൂട്രിചാർജ് വുമണിലൂടെ, അല്ലെങ്കിൽ ഒരു ഗാമ റൈസനിലൂടെ, അല്ലെങ്കിൽ ഒരു തുളസി പെയിന്റിലൂടെ. പക്ഷെ ഇതൊക്കെയാണോ RCM എന്ന് പറയുന്നത്? നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ തലമുറകളുടെ ഫ്യൂച്ചർ. ഇന്ന് നമ്മുടെ ന്യൂസ് പേപ്പറിൽ നോക്കുമ്പോൾ നല്ല രസമല്ലേ വായിക്കാൻ? എന്തൊക്കെയാണ് അല്ലെ, നല്ല രസമുണ്ട് ന്യൂസ് വായിക്കാനും കേൾക്കാനും ഒക്കെ ആയിട്ട് അല്ലെ. അത്രയേറെ നെഗറ്റീവുകൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ശരിക്കും ഇതിനൊക്കെയുള്ള വലിയൊരു ഉത്തരം ഇന്ന് RCMന് മാത്രമേ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. RCMലൂടെ നമ്മുടെ തലമുറകള് ശരിക്കും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നേടി ഒരുപാട് പേരെ, ഒരു സമൂഹത്തിലെ ഒരുപാട് പേരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അവർ തീർച്ചയായിട്ടും തുടങ്ങും. നല്ല മനസ്സിന് ഉടമകളായിട്ട് ഒരു തലമുറ RCMലൂടെ വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് എന്റെ മോനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, നീ MBBS കഴിഞ്ഞിട്ട് ഡോക്ടർ ഉദ്യോഗത്തിന് പോണ്ട പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുള്ള യാഥാർത്ഥ്യം, RCMലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം, ആ ഒരു പൊരുൾ എന്ന് പറയുന്നത് ഇന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേറൊരു പ്രൊഫഷൻ പോലും ഇന്ന് ഈ ലോകത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ശക്തമായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് പറയായിരുന്നു, ഇന്ന് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് മോനെ, നാളെ എന്താവും അറിയില്ല, നീ വല്ല ജോലിക്കും പൊക്കോ എന്നേ ഞാൻ പറയുള്ളായിരുന്നു. പക്ഷെ അത് പറയാനുള്ള കാരണം നമ്മുടെ കമ്പനിയുടെ വരും തലമുറകൾക്ക് കൊടുക്കുന്ന ഫ്യൂച്ചർ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ മോനോട് പറഞ്ഞത്, നീ MBBS കഴിഞ്ഞ് MD എടുത്ത ഒരു ഡോക്ടറായി അങ്ങനെ ഒരു ആശുപത്രിയിൽ പോയിട്ട് സെർവ് ചെയ്യാനുള്ളതല്ല നിന്റെ ജീവിതം. ഒരുപാട് പേർക്ക് മാതൃകയാക്കി അവരെ മുന്നോട്ട് നയിക്കാൻ, അവരെ സമൂഹത്തിലേക്ക് അല്ലെ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരുപാട് സങ്കടവും വിഷമവും തോന്നുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ RCMന് എല്ലാത്തിനും ഉത്തരമുണ്ട്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം വേണോ? ഉണ്ട്. ആരോഗ്യം വേണോ? ഉണ്ട്. സാമ്പത്തികം വേണോ? ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയായി മാറണോ? ഉണ്ട്. എല്ലാത്തിനും ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒന്നിനും നമുക്ക് നോ പറയാനില്ല. പക്ഷെ ആ ഒരു വിഷൻ, നമുക്ക് കിട്ടിയിട്ടുള്ള വിഷൻ ആളുകളിലേക്ക് എത്തിക്കുക അല്ലെ, അത് കേവലം ചിലപ്പോ പ്രൊഡക്റ്റുകളിലൂടെ, തുടക്കകാലത്ത് നമ്മളെ പ്രൊഡക്റ്റുകളിലൂടെ തന്നെയാണ് എന്നിരിക്കുന്നത്. നമ്മളെ വളരെ കുറഞ്ഞ സമയത്തിൽ റൂബി ആവാനുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ. അദ്ദേഹത്തിന്റെ പ്രായത്തിൽ, സാറിന്റെ പ്രായം 70-70 വയസ്സില് ഇദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം
നിങ്ങൾ ആലോചിക്കുക, RCMലൂടെ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് RCMൽ അല്ലാതെ വേറെ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? ഗവൺമെന്റ് ജോലിയിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു വലിയ വരുമാനം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥയൊക്കെ കഴിഞ്ഞു. അവരത് കഴിഞ്ഞ പെൻഷൻ കിട്ടുന്നത് തുച്ഛമായ പെൻഷൻ അല്ലെ? അവർ ഈ നെഗറ്റീവ് ന്യൂസുകളും നെഗറ്റീവ് സീരിയലുകളും കണ്ട് സമയം കഴിയുമ്പോ ശരിക്കും ഇതുപോലെ ഈ ഒരു പ്രായത്തില് സന്തോഷത്തിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞത് പണ്ട് RCM ഉൽപ്പന്നങ്ങൾ ബാഗിൽ തൂക്കി സെയിൽ ചെയ്ത് ആളുകൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടാവും. അന്ന് അങ്ങനെ നടന്ന ഒരു ത്യാഗത്തിന്റെ പരിണിത ഫലമാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ അങ്ങനെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് അക്കൗണ്ടിൽ ഇങ്ങനെ മാസത്തിൽ ഇങ്ങനെ ലക്ഷങ്ങളും വരുമാനം വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ടാവും. ഇതുപോലെ എത്ര ആൾക്കാരെ നമുക്ക് RCMൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും അല്ലെ? കണ്ണൂരുള്ള ഒരു വിജയേട്ടനുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു 70 above ആയിട്ടുള്ള ഒരു ഏകദേശം 80 അടുത്തിട്ടുണ്ടാവും. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ലെവലിലുള്ള ആളുകള്, റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ ആളുകള്, അവരൊക്കെ ഒരു തരം നെഗറ്റീവ് കാലഘട്ടത്തിലൂടെ, അല്ലെങ്കിൽ അവർ പറയും അവരെ മക്കള് നോക്കാനില്ല, പേരക്കുട്ടികൾക്കും വേണ്ട, എല്ലാവരും തിരക്കുള്ള കാലഘട്ടം. പക്ഷെ അവരെയൊക്കെ കെയർ ചെയ്യാനും അവരെയൊക്കെ കേൾക്കാനും ഇന്ന് RCM മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ശരിക്കും എനിക്ക് ഏറ്റവും രസകരമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനും മൂർത്തി സാറും നമ്മുടെ പ്രിയങ്ക മേഡം ആരാണ്? കീസോൺ ഫൗണ്ടർ, അതായത് നമ്മുടെ TCGയുടെ മകളാണ്. അവരുടെ കൂടെ